പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പുതിയ പുസ്തകങ്ങൾ, പുതിയ സ്വപ്നങ്ങൾ, പുതിയ ഓർമ്മകൾ എല്ലാം നിറഞ്ഞ ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇത് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പേ ഉള്ള പ്രിപ്പറേഷനൊക്കെയാണ് കേട്ടോ. നോട്ട്ബുക്സൊക്കെ അവർ തന്നെയാണ് പൊതിഞ്ഞത്. കാരണം ഓൾറെഡി അത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പറായതുകൊണ്ട് അവർ തന്നെ അത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഞാനാണ് പൊതിഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ ഇടയ്ക്ക് സമയമൊക്കെ കിട്ടുമ്പോൾ ഞാനിങ്ങനെ പൊതിഞ്ഞു കൊടുക്കും. തലേന്ന് തന്നെ നമ്മൾ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് റെഡിയാക്കി വെച്ചാൽ രാവിലെയുള്ള തിരക്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്കൊന്ന് മിക്കവാറും ഉള്ള അമ്മമാർ ഈ ഒരു മെത്തേഡാണ് ചെയ്യുന്നത്. തലേന്ന് തന്നെ യൂണിഫോമൊക്കെ തേച്ച് റെഡിയാക്കി സെറ്റാക്കി വയ്ക്കുക അല്ലേ. ബാഗും അവരുടെ ബോട്ടിലും അവരുടെ ലഞ്ച് ബോക്സസും ഒക്കെ ഇങ്ങനെ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഭയങ്കര എളുപ്പമായിരിക്കും. അല്ല, രാവിലെ ഈ ലഞ്ച് ബോക്സൊക്കെ ഇങ്ങനെ തപ്പി നടക്കുമ്പോഴത്തേന് നമ്മുടെ ടൈം അങ്ങ് പോകും. പിന്നെ മോളിവിടെ ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കുകയാണ്. നാളെ പ്രത്യേകിച്ച് ഒരുപാട് ബുക്സൊന്നും വേണ്ട, റഫ് ബുക്കും പിന്നെ സ്നാക്സും ഒക്കെ മതി. സ്നാക്സും ലഞ്ചും ഒക്കെ മതി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. അല്ലെങ്കിൽ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളായാൽ തന്നെ അവരുടെ ബുക്സൊക്കെ എടുത്ത് വെക്കുന്നതൊക്കെ ഏറ്റവും നല്ലത്. രാവിലെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് രാവിലെ ആയി കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് 5:30. ആ ഒരു ടൈം ആയപ്പോൾ തന്നെ ഇവർ ഏകദേശം റെഡിയായി കഴിഞ്ഞു. കാരണം ഇവർക്ക് നേരത്തെ പോകേണ്ടതുകൊണ്ട് നേരത്തെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടാണ് കിടന്നത് കേട്ടോ. പിന്നെ ഈ ടൈ ഇടാനായിട്ട് മോനിച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ ടൈ ഇടാൻ മാത്രമേ ഹെൽപ്പ് ചെയ്യാറുള്ളൂ. ബാക്കിയെല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. സോക്സ് ഇടാനായാലും യൂണിഫോമൊക്കെ ഇടാനായാലും അവർ തന്നെയാണ് ചെയ്യുന്നത്. അവർ അങ്ങനെ ചെയ്ത് പഠിക്കുന്നതല്ലേ നല്ല. നമ്മളെന്നും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാതെ അവർ സ്വന്തമായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിന്റെ കാര്യം എവിടെ ഇരിക്കുന്നു? വീട് കിട്ടിയാൽ മാത്രമേ ഉള്ളൂടാ സന്തോഷം. പൂളോ? വീടും പൂളോ എൻ്റെ സന്തോഷം. കൊള്ളാം.